ഹലോ, ഇന്നൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ അത് രാവിലെ ഞാൻ കുളിച്ച് അമ്പലത്തിൽ പോയി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുവാണ്. അങ്ങനെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും വേപ്പിലയും കൂടിയിട്ട് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് ഉപ്പുമാവ് വേവിച്ചെടുത്തു. അങ്ങനെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവും ചായയാണ്. കറിയൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, ഞാനങ്ങ് മെഷീനിലേക്ക് ഇട്ടിട്ടോ. ഇതൊക്കെ നല്ല തുണിയാണ്, പുറത്തിട്ടുള്ള ഡ്രസ്സാണ്. ഇത് നമുക്ക് റൂം ക്ലീൻ ആക്കണം. എന്നതിലൂടെ റൂം ക്ലീൻ ആക്കാൻ വേണ്ടി ചോട്ടും കൂടി ഉണ്ട്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പൊടിയൊക്കെ തുടച്ചു ഫുള്ളും ക്ലീൻ ചെയ്തട്ടോ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുമ്പളങ്ങ ചാറാണ് വെക്കുന്നത്. അപ്പോൾ അതേ പരിപ്പ് കഴുകി അതിലേക്ക് കുറച്ച് കുമ്പളങ്ങയും മാങ്ങയും കൂടി ഇട്ടിട്ട് 2 പച്ചമുളകും ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വെച്ചു. പിന്നെ തേങ്ങ ഇന്നലെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങ എടുത്തു. അതിലേക്ക് കുറച്ച് നല്ല ജീരകം, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തട്ടോ. അങ്ങനെ അരപ്പ് ഞാനത് അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ അതേ കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിലയും കൂടിയിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂർക്ക എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ കൂർക്ക കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. കൊച്ചുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ട് വഴറ്റിയെടുത്തിട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൂർക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൂർക്കയൊക്കെ സെറ്റായി. അപ്പോൾ അത്യാവശ്യം പണിയൊക്കെ എടുത്തോണ്ട് നല്ല വിശപ്പുണ്ടായി. അങ്ങനെ ചോറ് കഴിക്കാമായിരുന്നു. അത് ഈ കൂർക്കയും പിന്നെ കുമ്പളങ്ങയും മാങ്ങയും കൂടി ചാറ് വെച്ചതും ഇന്നലത്തെ കൊഴുവയും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ ഞാൻ അകത്ത് തന്നെയായിട്ട് വിരിച്ചിട്ടത്. സന്ധ്യ ആയിരുന്നേ. അപ്പോൾ നല്ല തുണിയൊക്കെ ആയതുകൊണ്ടിട്ട് അകത്ത് തന്നെ ഇട്ടത്. അത്യാവശ്യം ഡ്രൈ ആയിട്ടാണല്ലോ മെഷീനിൽ നിന്ന് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി. ഇതൊക്കെ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് കേട്ടോ. എല്ലാം നന്നായിട്ട് പൊടിയൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്ത് അടുക്കി വെച്ചേക്കുവാണ്. എത്ര ദിവസത്തേക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് വീണ്ടും ഞാൻ വലിച്ചു വാരി ഇടും. അത് കഴിഞ്ഞിട്ട് കുളിച്ചു, വിളക്കൊക്കെ കത്തിച്ചു. അതിന് ശേഷം എൻ്റെ ഒരു അനിയൻ്റെ ബർത്ത്ഡേ ഉണ്ടായി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സീ യു.